ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കും മറ്റും കഴിക്കാൻ പറ്റിയ നല്ലൊരു മിക്സഡ് വെജിറ്റബിളിൻ്റെ കറിയാണ്. അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സബോള, ഏകദേശം ഒരു 2 മീഡിയം വലുപ്പമുള്ള സബോള, 2 കിഴങ്ങ്, അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ പനീർ, ഒരു പാക്കറ്റ് പനീർ, ഇത്രയും സാധനങ്ങൾ വേണം. അതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടി വെച്ചിട്ട് വെജിറ്റബിൾ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷും കൂടെ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ചെറിയ ജീരകം, അവിയലിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സബോള, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കറി റെഡിയാക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും. അരിഞ്ഞെടുക്കുന്ന ആ സമയമേ വരുന്നുള്ളൂ. അതിനകത്തോട്ട് കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അത് നല്ലതായിട്ടൊന്ന് വാടട്ടെ. വാടിയതിന് ശേഷം അതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ശകലം മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും എല്ലാം കൂടെ ചേർത്തിട്ട് ആ മസാലയുടെ പച്ചമണം, വേറെ ഒരു ഗരം മസാല അങ്ങനെയുള്ള ഒരു ഐറ്റവും നമുക്ക് ഇതിലോട്ട് വേണ്ട. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസ് മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് എല്ലാം കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കിഴങ്ങിടാം. ആദ്യം കിഴങ്ങിന് കുറച്ച് വേവുള്ളത് കാരണം കിഴങ്ങ് നമ്മൾ ആദ്യം ചേർത്തിട്ട് ഒരു ലേശം, ഒരു അര ഗ്ലാസ് തന്നെ വേണ്ട, വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ ഏകദേശം അതൊരുവിധം ഒന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നുള്ള ഐറ്റംസിനൊന്നും അധികം വേവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരുവിധം നല്ല വെന്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം പനീർ, അതേപോലെ തന്നെ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നല്ലതായിട്ട് ഇളക്കി ഒന്ന് എല്ലാം അമക്കി പൊത്തി ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട, എന്നാലും ഒരു 10 മിനിറ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തൊന്ന് അടച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം എല്ലാം തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുമ്പോഴാണ് നമുക്ക് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. മല്ലിയിലയും കൂടി ഇട്ടു നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ പൂരി, ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.